1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി കടന്നപ്പള്ളി രാമചന്ദ്രന് 26 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇ.കെ. നായനാരെ 28,000-ലധികം വോട്ടിനാണ് കടന്നപ്പള്ളി പരാജയപ്പെടുത്തിയത്. അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിത്വവും അവിശ്വസനീയമായ വിജയവുമെന്നാണ് കടന്നപ്പള്ളി ആ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത്. 1957 മുതൽ 67 വരെ 3 വട്ടം കമ്മ്യൂണിസ്റ്റ് നേതാവ് എ.കെ. ഗോപാലിനെ ലോക്സഭയിലേക്ക് അയച്ച മണ്ഡലമാണ് കാസർഗോഡ്. 77-ൽ എ.കെ.ജി. പാലക്കാട്ടേക്ക് കളം മാറിയപ്പോൾ പകരക്കാരനായി എത്തിയത് സാക്ഷാൽ ഇ.കെ. നായനാർ. എന്നാൽ നായനാർക്കെതിരെ കോൺഗ്രസ് കളത്തിലിറക്കിയ സ്ഥാനാർത്ഥിയെ തെല്ലൊരു അത്ഭുതത്തോടെയാണ് ജനം നോക്കിക്കണ്ടത്. കേവലം 26 വയസ്സ് മാത്രം പ്രായമുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ. അന്ന് KSU സംസ്ഥാന പ്രസിഡന്റായിരുന്നു കടന്നപ്പള്ളി. എനിക്ക് അത്ഭുതം, അവിശ്വസനീയമാണ്. അദ്ദേഹത്തിനെതിരായി ഞാൻ ഒരു കൊച്ചു പയ്യൻ സാമ്പത്തികമായോ സാമൂഹ്യമായോ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗം. പശുവും കിടാവുമായിരുന്നു കടന്നപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. കയ്യൂരടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയ കടന്നപ്പള്ളി അവിടെ പക്ഷേ രാഷ്ട്രീയം പറഞ്ഞില്ല. പറഞ്ഞതേറെയും തെരഞ്ഞെടുപ്പ് ചിഹ്നത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു മേശയുടെ മേലെ കയറി നിൽക്കണം. അപ്പോൾ നെഞ്ചിരിപ്പോടുകൂടി മേശൻ്റെ മേലെ കയറി നിന്നു. വൈകി വന്നതിലുള്ള ക്ഷമാപണം. അന്തരീക്ഷം മോശമാണെന്നതിലുണ്ട് ഞാൻ തന്നെ സംസാരിച്ചു. അപ്പോൾ എനിക്കൊരു അവസരം നൽകണമെന്നും പശുവും കിടാവാണ് അടയാണ്. പശുവും കിടാവടയാൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന നിങ്ങളെല്ലാം വീട്ടിൽ പശുവും കിടാവും. ആ പശുവും കിടാവിന് വേണ്ടി നിങ്ങൾ ഒന്ന് വോട്ട് ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇങ്ങനെ ചെറിയൊരു കയ്യെഴുതിയുണ്ടായി. രാത്രി പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയത് കടന്നപ്പള്ളി ഇന്നും ഓർക്കുന്നു. ഒപ്പം ചെറുവത്തൂരിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയുണ്ടായ രസകരമായ സംഭവവും കടന്നപ്പള്ളി മറന്നിട്ടില്ല. ഒരു ഗർഭിണി ഇങ്ങനെ കാത്തു നിന്ന് പ്രസവവേദന വന്നു. അപ്പോൾ അവർ വീട്ടിലേക്ക് നടന്നെത്തുന്നതിന് മുമ്പായി തന്നെ ഇത് രൂക്ഷമായപ്പോൾ അടുത്തൊരു വീട്ടിൽ ബെഡ്ഷീറ്റ് എങ്ങനെ പിടിച്ചൊരു മറയുണ്ടാക്കിയിട്ട് അടുപ്പിൽ. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് ആൺകുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് രാമേന്ദ്രൻ എന്നാണ് പേര് വിളിച്ചവർ. ഞാൻ ഈ കുടുംബക്കാർ. CPI-യും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും PSPയും അന്ന് കോൺഗ്രസിനൊപ്പമായിരുന്നു. ഒപ്പം കാസർഗോഡിനെ കർണാടകയ്ക്കൊപ്പം ചേർക്കണമെന്ന് വാദിച്ചിരുന്ന കർണാടക സമിതിയും കടന്നപ്പള്ളിയെ പിന്തുണച്ചു. കടന്നപ്പള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിശ്വസനീയമായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. 28,404 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കന്നി മത്സരത്തിൽ കടന്നപ്പള്ളി കാസർഗോഡ് നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 977-ൽ M. രാമണറായിയെ പരാജയപ്പെടുത്തി 2ാം വട്ടവും കടന്നപ്പള്ളി കാസർഗോഡ് മണ്ഡലം നിലനിർത്തി. 980-ൽ A.K. ആന്റണിക്കൊപ്പം LDF-ലെത്തിയ കടന്നപ്പള്ളി രാമചന്ദ്രൻ ആ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിലെ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു എന്നതും രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. മീഡിയ 1 കണ്ണൂർ.